അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പ് ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ ചെടിച്ചട്ടി വലിയ ചട്ടിയിൽ ഇറക്കി വെച്ചാൽ ഇതേപോലെ കിട്ടണം. അത് നമ്മൾ വെച്ച് നോക്കി സൈസ് കറക്റ്റായ ഒരു ചട്ടിയാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഉള്ളിൽ വെക്കുന്ന ചെറിയ ചട്ടിയുടെ വക്ക് അത് ഓൾ റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. പുറത്ത് വെക്കുന്ന ചട്ടിയുടെ അകംഭാഗം മൊത്തമായിട്ട് നമ്മൾ ഓയിലടിക്കണം. അതേപോലെ തന്നെ അതിനുള്ളിൽ ഇറക്കി വെക്കുന്ന ചട്ടിയുടെ പുറം ഭാഗവും മൊത്തമായിട്ട് ഓയിലടിച്ച് കൊടുക്കണം. ചട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ കുമ്മായാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ചെറിയ പാട്ടയ്ക്ക് 3 പാട്ട മണലാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ 2 പാട്ട സിമെൻറ്റാണ് എടുക്കുന്നത്. നല്ല ലൂസിലാണ് ആവശ്യമുള്ളത്. ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് എടുത്ത ആ പാട്ടയിൽ തന്നെ. ഇനി നമ്മൾ ലൂസാക്കിയ കുമ്മായത്തെ ചട്ട ഉപയോഗിച്ച് പുറത്ത് വെക്കുന്ന വലിയ ചെടിച്ചട്ടിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നിറച്ചതിന് ശേഷമാണ് നമ്മൾ അകത്ത് വെക്കുന്ന ചെറിയ ചെടിച്ചട്ടി എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മണൽ നിറയ്ക്കുക. ഇറക്കി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കുമ്മായ ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാം. പക്ഷേ കറക്റ്റ് അങ്ങനെ നിൽക്കണമെങ്കിൽ ആ ഉള്ളിൽ വെക്കുന്ന ചെടിച്ചട്ടി നിറയെ മണൽ നിറച്ച് മുകളിലൊരു വെയിറ്റ് എടുത്ത് വെക്കണം.
അപ്പോൾ 2 ചെടിച്ചട്ടിയുടെ ഇടയിലുള്ള കുമ്മായത്തെ നമ്മളൊന്ന് ഇളക്കി സെറ്റാക്കണം. ഞാനിവിടെ എക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് അതിനെ കുത്തി കുത്തി റെഡിയാക്കുന്നത്. അതിനുശേഷം കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ടാണ് നമ്മൾ വെയിറ്റ് എടുത്ത് ഈ ഉള്ളിൽ വെക്കുന്ന ചെടിച്ചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ സെയിം പ്രവർത്തനം തന്നെയാണ് രണ്ടാമത്തേലുള്ളത്. അപ്പോൾ ഇനി പുറമുള്ള ചെടിച്ചട്ടിയാണ് നമുക്ക് അയച്ചെടുക്കാനുള്ളത്. അത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിലത്ത് എന്തെങ്കിലും ഒരു സാധനം വെച്ചെടുക്കണം. ഞാനിവിടെ ടൈൽസിൻ്റെ ഒരു പീസാണ് വെച്ചത്. എന്നിട്ട് നമ്മളിവിടെ ഗ്രൗട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. സിമെൻറ്റ് അത്യാവശ്യം ചെറിയ ലൂസിൽ കലക്കിയതിന് ശേഷം ബ്രഷ് കൊണ്ട് മൊത്തമായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ചെറിയ ഹോൾസൊക്കെ അടഞ്ഞ് നല്ല വൃത്തിയായി നിൽക്കും. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും.
കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേപ്പർ ചെയ്ത് കൊടുക്കും. പേപ്പർ ചെയ്താൽ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടും, എല്ലാ സ്ഥലവും ക്ലീനായി കിട്ടുന്നതാണ്. പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്കിതിൽ ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് അടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ അടിക്കുന്ന ചുവപ്പ് കളർ ടെറാക്കോട്ട് പറഞ്ഞൊരു പെയിൻ്റാണ്. അതിപ്പോൾ ഓട് ഇങ്ങനത്തെ ചെടിച്ചട്ടി ഇതിനൊക്കെ അടിക്കുന്ന പെയിൻ്റാണ്.